ഒരാഴ്ചയ്ക്ക് ശേഷം വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 7-8 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നല്ല പ്രഭാതത്തിലേക്ക് പത്തനംതിട്ട കടക്കുകയാണ്. തുടർച്ചയായി മഴ കാര്യമായി പെയ്യാത്ത ഒരു മൂന്നാമത്തെ ദിവസം കൂടിയാണ് ഇന്ന്. മഴയിലെ കുറവ്, കാലാവസ്ഥയിലുണ്ടായ നേരിയ തോതിലുള്ള മാറ്റം ജലസ്രോതസ്സുകളിലെയൊക്കെ തന്നെ ജലത്തിൻ്റെ അളവിൽ പ്രകടമായി തന്നെ കാണാം. ആറന്മുള സത്രക്കടവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ രാവിലെ ഇവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെക്കുറെ ഒരു 4 അടിയോളം വെള്ളത്തിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥയിലെ മാറ്റം എത്ര സമയം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് സംശയകരം. ഗ്രീൻ അലേർട്ടാണ് ജില്ലയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ പോലും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൊതുവെ അവധി നൽകിയിട്ടില്ല. അതേസമയം തന്നെ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് തിരുവല്ല നഗരസഭാ പരിധിയിലെ തിരുമൂലപുരം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും മറ്റൊന്ന് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായി വരുന്ന നന്നൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലുമാണ്. 25 കുടുംബങ്ങളിൽ നിന്നായിട്ടുള്ള 160 പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന തിരുമൂലപുരത്തെ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന് മാത്രമാണ് ഇന്ന് അവധി ഉള്ളത്. ഇന്നലെ വെള്ളം കയറിയിട്ടുള്ള 2 ഇടങ്ങളെന്നുള്ളത് ഒന്ന് കടപ്ര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വരമ്പിനകത്തുമാരിയായിരുന്നു. ഒപ്പം തന്നെ 18-ാം വാർഡ് തിരുവല്ല നഗരസഭയിൽ വരുന്ന മംഗലശ്ശേരി അടക്കമുള്ള കോളനി പ്രദേശങ്ങളിലായിരുന്നു. അവിടെ നിന്നൊക്കെ തന്നെ വെള്ളത്തിൻ്റെ തിരിച്ചിറക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ 2-3 ദിവസത്തിനുള്ളിൽ വീട്ടുകാർക്ക് വീടുകൾ ക്ലീൻ ചെയ്ത് തിരികെ വീടുകളിലേക്ക് എത്താൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. നദികളിൽ ജലനിരപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തെ തുടർന്ന് 3-4 അടിയോളം താഴ്ന്നിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും നദി കര തൊട്ട് തന്നെ ഒഴുകുകയാണ്. പക്ഷേ ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഏതുമില്ല. ബുധനാഴ്ച രാത്രി 11 മണിക്ക് തുറന്ന മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ 11 മണിക്കൂറിന് ശേഷം ഇന്നലെ 10 മണിയോടുകൂടി അടച്ചിരുന്നു. ആ മേഖലയിൽ കഴിഞ്ഞ മണിക്കൂറുകൾ പെയ്ത മഴയുടെ ഭാഗമായി വീണ്ടും 192 മീറ്ററിലേക്ക് ജലനിരപ്പ് എത്തുകയാണ്. ഒരുപക്ഷെ കൂടുതൽ മഴ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ തുറന്നുവിടാം, വീണ്ടും ഡാം ഷട്ടറുകൾ തുറക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പ് KSEBയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ താരതമ്യേന ചെറിയ സംഭരണിയാണ് എന്നതിനാൽ തന്നെ ഡാം ഷട്ടറുകൾ തുറക്കുന്നത് കൊണ്ട് കാര്യമായ ജലനിരപ്പിൽ വർധനയുണ്ടാകാനുള്ള സാഹചര്യം ഏതുമില്ല. കിഴക്കൻ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുൻകാലയളവിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള മേഖലയിലെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ട് എന്നതിനാൽ തന്നെ വലിയ ആശ്വാസത്തോടെയാണ് ആ മേഖലയിലെ ആളുകളും തുടരുന്നത്.